മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് കുറേ അധികം യുവാക്കൾ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ നിന്ന് ധാരാളം വ്യക്തികൾ, യുവാക്കൾ ഫോണിൽ ബന്ധപ്പെട്ട് ഭഗവത്ഗീതയുടെ CD വേണം, വേദത്തിൻ്റെ CD വേണം, നമ്മുടെ നാടിൻ്റെ പൈതൃകം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഓഡിയോ CDകൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഇട്ട് കേൾക്കാനുള്ളത്, അതുപോലെ മക്കൾക്ക് നമ്മുടെ നാടിൻ്റെ പൈതൃകവും ഹിന്ദു ധർമ്മവും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് CDകൾ, ഇതെല്ലാം വേണമെന്ന് പറഞ്ഞ് ധാരാളം യുവാക്കൾ വിളിച്ചു പറയാറുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്രകാരം വിളിക്കുന്നവരോട് ഞാൻ കാഷ്വലി ചോദിക്കാറുണ്ട്, ഇതെല്ലാം പഠിക്കണമെന്ന് ഇപ്പം തോന്നാൻ കാരണം എന്താണ്? അതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്താണ്? വളരെ വ്യക്തമായ ഭാഷയിൽ ഇന്നലെ പോലും എന്നെ വിളിച്ച ശ്രീകുമാർ എന്ന വ്യക്തി പറയുകയുണ്ടായി, ഞങ്ങൾ ഈ പ്രദേശത്തും തിരിച്ച് സൗദി അറേബ്യയിൽ പോകുമ്പോൾ അവിടെയും ഞങ്ങളിൽ കുറേ പേര് ദുബായിലും ഒമാനിലും കുവൈറ്റിലുമെല്ലാം ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലുണ്ടായിട്ട് ഈ നാടിൻ്റെ പൈതൃകം വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു പന്താവിലേക്ക് വന്നപ്പോൾ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിയുന്നതും ഒഴിവാക്കുന്നു, മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ സാധിച്ചു, ജീവിതം അടുക്കും ചിട്ടയുമുള്ളതായി മാറുന്നു, ജീവിതത്തിൽ ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലായി തുടങ്ങി. രാവിലെയും വൈകുന്നേരവും വീട്ടിൽ വിളക്ക് കത്തിക്കാനും കുറച്ചു നേരമെങ്കിലും പ്രാർത്ഥിക്കാനും നാമം ജപിക്കാനും എല്ലാം സാധിക്കുന്നതിൽ വളരെ സംതൃപ്തിയുണ്ട്. അർത്ഥവത്തായ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന പോലെ തോന്നുന്നു എന്നവർ പറയുകയുണ്ടായി. വളരെ വളരെ സംതൃപ്തിയോടുകൂടിയാണ് ആ വരികൾ കഴിഞ്ഞ 1-1.5 മാസമായിട്ട് ഞാൻ കേട്ടത്. ഏറ്റവും കൂടുതൽ ടെലിഫോൺ കോൾ വന്നത് കണ്ണൂരിൽ നിന്ന് യുവാക്കളുടെയും പാലക്കാട് നിന്ന് മധ്യവയസ്കരുടേതുമാണ്. ഇത് നമ്മുടെ കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ മാനസികാവസ്ഥ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അവർ യുവാക്കളാണോ മധ്യവയസ്കരാണോ, എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാറുള്ളത്. ഈ നാടിൻ്റെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള നല്ല ഒരു ഇച്ഛാശക്തി ധാരാളം പേരിലുണ്ട്, വളർന്നു വരുന്നുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ചൈനയിലേക്ക് പോകാനൊരു ഭാഗ്യം കിട്ടി. ചൈനയിൽ സേതുമാധവൻ അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്. അവിടെ ഏറ്റവും സംതൃപ്തമായ കാര്യം കണ്ടത്, ആയിരക്കണക്കിന് ബുദ്ധക്ഷേത്രങ്ങൾ നവീകരിക്കപ്പെടുന്നു ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടി. ലക്ഷക്കണക്കിന് യുവാക്കൾ, വൃദ്ധരല്ല, ലക്ഷക്കണക്കിന് യുവാക്കൾ ആ ബുദ്ധക്ഷേത്രത്തിൽ വന്ന് ചന്ദനത്തിരി കൊളുത്തി വെച്ച് പ്രാർത്ഥിച്ച് നിന്ന് കരയുന്ന കാഴ്ച. യുവാക്കളും വിവാഹം കഴിഞ്ഞ യുവമിഥുനങ്ങളുമാണ് ഏറ്റവും അധികം കണ്ടത്. അവരുടെ ഭക്തി അങ്ങ് ക്ലൈമാക്സിലാണ്. ഇത്രയും കാലം മനസ്സിനകത്തൊരു ശൂന്യത ഉണ്ടായിരുന്നത് പെട്ടെന്ന് ചൈന ലിബറലൈസേഷനിലേക്കും പ്രൈവറ്റൈസേഷനിലേക്കും ഗ്ലോബലൈസേഷനിലേക്കും പോയപ്പോൾ ആ മനസ്സിനകത്തെ ശൂന്യത നിറയ്ക്കാനുള്ള യുവജനതയുടെ വെമ്പൽ ആണ് നമുക്കവിടെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ എല്ലാ യുവാക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നു, ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും നമ്മളുടെ ആചാരങ്ങളെക്കുറിച്ചും
ഭാരതീയമായ വിചാരങ്ങളെക്കുറിച്ചും നമ്മളുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ഭാരതീയമായ സങ്കല്പങ്ങളെക്കുറിച്ചും നമ്മളുടെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിരിക്കുന്നതും വാമൊഴിയായിട്ട് വന്നിരിക്കുന്ന കഥകളെക്കുറിച്ചും പലരുടെയും അനുഭവങ്ങളെക്കുറിച്ചും നമ്മളുടെ പൂർവികര് നമുക്ക് തന്നിരിക്കുന്ന ഉപദേശങ്ങളെക്കുറിച്ചും അവര് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ജീവിത സത്യങ്ങളെക്കുറിച്ചും എല്ലാം ആദ്യം ഉണ്ടാക്കേണ്ടത് ജ്ഞാനശക്തിയാണ്, അറിവാണ് ഉണ്ടാക്കേണ്ടത്. ഒന്നാമതായിട്ട് വേണ്ടത് അറിവാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനൻ ആദ്യം പറഞ്ഞു കൊടുത്തതും അറിവാണ്, ജ്ഞാനയോഗാണ്. ആ നമ്മളുടെ പൈതൃകത്തെക്കുറിച്ച് അറിവുണ്ടാക്കാതെ, ജ്ഞാനമുണ്ടാക്കാതെ മറ്റുള്ളവരിത് പറഞ്ഞു, മറ്റുള്ളവരിത് ചെയ്യുന്നു, അവർ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പലപ്പോഴും ഹൈന്ദവ ജനതയ്ക്ക് ഇത്രയും അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉണ്ടാവാൻ കാരണം. ഇന്ന് ക്ഷേത്രങ്ങളിൽ ഭാഗവതം വായിക്കുന്നതിൽ 95% വ്യക്തികളും നല്ല വിദ്യാഭ്യാസമുള്ള ശ്രോതാക്കൾക്ക് തനി പ്രാകൃതമായ രീതിയിൽ നീട്ടിവലിച്ച് ഭാഗവതം വായിച്ച് തനി കഥകൾ ഭക്തിയുടെ പേരിൽ വിളമ്പിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറേയൊക്കെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും അറിയാവുന്ന ശ്രോതാക്കൾക്ക് ഒരു ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഇല്ലാത്ത ഭാഗവത വായനക്കാര് കുറേ ഭക്തിയുടെ പേരിൽ കുറേ ഡെമോൺസ്ട്രേറ്റീവ് സ്പിരിച്വാലിറ്റി, പ്രകടനാത്മകമായ ആത്മീയത കാണിച്ച് ഭാഗവതം എന്ന് പറയുന്നത് അന്നദാനത്തിനും തിന്നാനുമുള്ളൊരു അവസ്ഥയാക്കി മാറ്റി, രുക്മിണി സ്വയംവരം പോലും വിഭവ സമൃദ്ധമായ സദ്യയാക്കി മാറ്റി. നമ്മളുടെ യുവാക്കളാണ് അതിന് മുൻകൈ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ യുവാക്കളോട് പ്രത്യേകം പറയുന്നത്. ഭാഗവതം എന്ന് പറയുന്നത് തിന്നലും സദ്യയൊന്നുമല്ല. ഭാഗവതം എന്ന് പറയുന്നത് ഒരു വിവരവും ഇല്ലാത്ത കുറേ ഭാഗവത വായനക്കാര് കുറച്ചെങ്കിലും വിവരമുള്ളവരെ വഴിതെറ്റിക്കുന്ന ഒരു പഠന ക്രമമല്ല. അവർ നല്ല രീതിയിൽ ഭാഗവതം വായിച്ചാൽ തന്നെ മുമ്പിലുള്ളവർക്കത് അർത്ഥം ഇവർ പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലാവും. ഇവർ ആർട്ടിഫിഷ്യൽ ഭക്തിയും കുറേ ചടങ്ങുകളുമെല്ലാം ചേർത്ത്, നന്മ നിറഞ്ഞ ഭക്തിയും നന്മ നിറഞ്ഞ ചടങ്ങുകളും ആവശ്യമാണ്, ഇതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊന്നും നോക്കാതെ ചെയ്യുമ്പോൾ എനിക്ക് ഈ യുവാക്കളോട് പറയാനുള്ളത്, നമ്മളുടെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് വളരെ ഭംഗിയായിട്ട് അമ്പലങ്ങൾ നവീകരിച്ച് ക്ഷേത്ര ആചാരങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒത്തുചേരൽ, സോഷ്യൽ യൂണിറ്റി, കൾച്ചറൽ ഇവാലുവേഷൻ ആൻഡ് എലിവേഷൻ, പിന്നെ സ്പിരിച്വൽ എൻറിച്ച്മെന്റ്, ഇതിനൊക്കെ ഉള്ളതാണ് ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളിൽ വെടിക്കെട്ട് നടത്തുക എന്നുള്ളത് നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല. ഇപ്പൊ ക്ഷേത്രത്തിൽ ഈ പുതിയ യുവാക്കൾ ഭക്തിയോടുകൂടി വരുമ്പോൾ ആദ്യം കാണുന്നത് വെടിക്കെട്ട് ഭഗവാൻ ഇഷ്ടമാണെന്നുള്ളതാണ്. ഭഗവാന് വെടിക്കെട്ടും ഇഷ്ടമല്ല, ഭഗവാൻ ആനയെ ഇഷ്ടമല്ല, ഭഗവാൻ വഴിയെ കൂടെ പോകുന്നവര് തിന്നാനുള്ള ഹോട്ടലാക്കി അമ്പലത്തിൽ മാറ്റുന്നതും ഇഷ്ടമല്ല. ഭഗവാൻ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. നമ്മളുടെ മനസ്സിനെ ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്ക് ഉയർത്താനാണ് ക്ഷേത്രങ്ങൾ. എൻ്റെ പാപം ഈശ്വരൻ്റെ തലയിൽ കെട്ടിവെക്കാനോ എൻ്റെ തെറ്റുകൾ ഈശ്വരനെ കൊണ്ട് പൊറുപ്പിക്കാനോ അല്ല അമ്പലങ്ങൾ. മറിച്ച് നമ്മുടെ മനസ്സിന് ഓർമ്മപ്പെടുത്താനാണ്. സുഖവും ദുഃഖവും ഉയർച്ചയും താഴ്ചയും ലാഭവും നഷ്ടവും ചിരിയും കരച്ചിലും ജനനവും മരണവുമെല്ലാമുള്ള ഈ ലോകത്തില് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരരുതെന്ന് നമ്മളുടെ മനസ്സിനെ ഓർമ്മിപ്പിക്കാൻ ക്ഷേത്രത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ സാക്ഷി നിർത്തി ചെയ്യുന്നു. അതാണ് കറക്റ്റ് വാക്ക്. ക്ഷയാത ത്രായതേ ഇതി ക്ഷേത്രം.
ആ അമ്പലത്തിൽ ക്ഷയം എന്ന് വെച്ചാൽ മനസ്സിൻ്റെ ഡീഗ്രഡേഷനിൽ നിന്ന് മനസ്സിനെ ഉയർത്തുക, ശരീരത്തിൻ്റെ അനാരോഗ്യത്തിൽ നിന്ന് ശരീരത്തെ ഉയർത്തുക, കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കുടുംബ ബന്ധത്തെ വളർച്ചയിലേക്ക് എത്തിക്കാം, സാമൂഹികമായ ഐക്യത്തിൻ്റെ നന്മ നിറഞ്ഞ കേന്ദ്രമാക്കാം, അതുപോലെ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രധാന സ്രോതസ്സാക്കി മാറ്റാം. സനാതന ധർമ്മ മൂല്യങ്ങളെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള കേന്ദ്രമാക്കി മാറ്റാം. അവിടെ നെന്മാറ പൂരം മാതിരി കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുള്ള വെടിക്കെട്ട്, അതുപോലെ തന്നെ ഉത്രാളിക്കാവ് പൂരം പോലെ, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം പോലെ, അതുപോലെ തന്നെ ആറാട്ടുപുഴ പൂരം പോലെ ഈ ഹിന്ദുവിൻ്റെ പൈസ കോടിക്കണക്കിന് രൂപ അത് പൊട്ടിച്ച് 1 മണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് ഭസ്മമാക്കി ശബ്ദമാക്കി കളയാനുള്ള ഒരു ധർമ്മമല്ല ഹിന്ദുവിൻ്റെ ധർമ്മം, അതിനുള്ള കേന്ദ്രവുമല്ല ക്ഷേത്രങ്ങൾ. അങ്ങനെയാണെന്ന് വരുത്തി തീർത്ത് എൻ്റെ വക വെടി വഴിപാട് നടത്തുന്നത് എൻ്റെ പാപം പോവാനും എൻ്റെ കാര്യസിദ്ധിക്കുമാണെന്ന് ധരിക്കരുത്. ആനയെ സ്പോൺസർ ചെയ്യുന്നത് മുഴുവനും മിഡിൽ ഈസ്റ്റിലെ ഹിന്ദുക്കളാണ്. ഞാനൊരു ആനയെ സ്പോൺസർ ചെയ്താൽ ഈശ്വരന് സന്തോഷമാവും, എൻ്റെ ജോലിക്ക് എനിക്ക് പ്രൊമോഷൻ കിട്ടുമെന്നുള്ള മണ്ടത്തരങ്ങൾ മനസ്സിൽ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ വേണ്ടതിനും വേണ്ടാത്തതിനും ആഡംബരങ്ങൾ, അതുപോലെ ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും മിമിക്രിയും എല്ലാം നടത്താനുള്ള കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ. നല്ല രീതിയിൽ മനസ്സിനെ ഉയർത്താനും അത് ആ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ച് പ്രദക്ഷിണം വെച്ച് നാമം ജപിച്ച് ഗായത്രി മന്ത്രം ജപിച്ച് വേദമന്ത്രങ്ങൾ കേട്ട് ചെയ്യാനും ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുത്ത് ശാരീരികമായ ആരോഗ്യമുണ്ടാക്കാനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബ ബന്ധം ദൃഢമാക്കാനും നമ്മൾ അനവധി വ്യക്തികൾ, വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ, വ്യത്യസ്ത ജാതിയിലുള്ളവർ, വ്യത്യസ്ത മതത്തിലുള്ളവർ, വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ, വ്യത്യസ്തമായ നിലവാരത്തിലിരിക്കുന്നവർ, സാമ്പത്തികമായിട്ട് വ്യത്യസ്ത തട്ടിലിരിക്കുന്നവർ, കഴിവിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ സ്ട്രയാറ്റയിലിരിക്കുന്നവരെല്ലാം ഒരുമിച്ച് ചേർക്കാനുള്ള കേന്ദ്രമാണ് നമ്മുടെ ക്ഷേത്രങ്ങൾ. ഇത്രയും ഞാൻ ഈ രാവിലെ നിങ്ങളോട് പറയാൻ കാരണം, ഈ ചൈനയിൽ കണ്ട മാതിരി ഇവിടെ കുറേ അധികം യുവാക്കളുടെ മനസ്സിനകത്ത് നിറച്ചിരിക്കുന്ന സോ കോൾഡ് പുരോഗമന ചിന്താധാര, എല്ലാത്തിനെയും നിഷേധിക്കാനും നിരാകരിക്കാനും പ്രതിഷേധിക്കാനും സമരം തന്നെ ജീവിതം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാനുമെല്ലാം ശ്രമിച്ച് അവരുടെ മനസ്സിനകത്ത് നിറച്ചിരുന്നൊരു ശൂന്യതയും നിഷേധാത്മകതയും വളരെ പെട്ടെന്ന് മാറുമ്പോൾ അതിനകത്തേക്ക് കയറേണ്ട ഭക്തി എന്ന് പറയുന്നത് യുക്തി സഹജമായിരിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, തിന്നാത്തവൻ തിന്നുമ്പോൾ പാത്രമെല്ലാം കാലി എന്ന് പറയുന്ന മാതിരിയാണ്. അപ്പോൾ ഇതുവരെയും ആത്മീയതയും ഈശ്വര വിശ്വാസവും ക്ഷേത്ര ദർശനവും നടത്താത്തവർ പെട്ടെന്ന് പഴയ മനസ്സിൻ്റെ വൈകല്യങ്ങൾ മാറ്റിയിട്ട് അതിനകത്തുള്ള പുരോഗമനം എന്ന് പറയുന്ന അധോഗമന ചിന്താധാര മാറ്റിയിട്ട് ഈ മറ്റെല്ലാത്തിനെയും പുച്ഛിക്കാനും അടിക്കാനും തല്ലാനും കൊല്ലാനും എല്ലാം വേണ്ടി പോയിരുന്നവരുടെ മനസ്സിലൊരു പക്ഷെ പെട്ടെന്ന് ആത്മീയത വരുമ്പോൾ ആ ആത്മീയത അമ്പലത്തിനെ നന്നാക്കുക എന്നുള്ളത് വെടിക്കെട്ടും സദ്യയും ആനയും അൾട്രാ മോഡേൺ ക്ഷേത്രത്തിന് ചേരാത്തതായിട്ടുള്ള കലാപരിപാടികളുമെല്ലാമാണ് ആത്മീയത എന്ന് ധരിക്കാതെ നല്ല രീതിയിൽ ഹൈന്ദവ ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, ഗ്രന്ഥങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത സത്യങ്ങൾ, മന്ത്രങ്ങൾ, കീർത്തനങ്ങൾ, ക്ഷേത്ര ദർശനങ്ങളെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ചെയ്യാനുള്ള ജ്ഞാനശക്തി, അറിവിൻ്റെ ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. പിന്നെ പഠിച്ചതെല്ലാം ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ മാത്രം മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ക്രിയാശക്തി, മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ക്രിയാശക്തി, യൂട്യൂബിലെ ലിങ്കുകളും ഫേസ്ബുക്കിലെ ലിങ്കുകളും എല്ലാം മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള ക്രിയാശക്തി. ഉദാഹരണമായിട്ട് ഈ പ്രാവശ്യം നടന്ന ഇലക്ഷൻ ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ടുള്ള ഒരു കസർത്തായിരുന്നു.
ആ ഇലക്ട്രോണിക് മീഡിയയും പബ്ലിക് മീഡിയയും എല്ലാം ഉപയോഗിച്ച് ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കാനുള്ള ഒരു ക്രിയാശക്തി നിങ്ങളിൽ ഉണ്ടാവണം. അപ്പൊ ജ്ഞാനശക്തി, ക്രിയാശക്തി, അതുപോലെ തന്നെ ഇച്ഛാശക്തി, ഭക്തി ഉണ്ടാവണം. നല്ലൊരു ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം. ആ ഭക്തി ആർട്ടിഫിഷ്യൽ ഭക്തി ആവരുത്, മറ്റുള്ളവരെ കാണിക്കുന്ന ഭക്തി ആവരുത്, സർവ്വതിനെയും പുച്ഛിക്കുകയും നിരാകരിക്കുകയും ചെയ്യുന്ന ഭക്തിയല്ല നമുക്ക് വേണ്ടത്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിലുള്ള ഭക്തിയാണ്. ദൈവ ഭയമല്ല നമുക്ക് വേണ്ടത്, ഈശ്വര ഭക്തിയാണ് നമുക്ക് വേണ്ടത്. ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള ഭയം എവിടെയോ ഉണ്ടോ അവിടെ കള്ളത്തരമുണ്ട്. പോലീസിനെ കാണുന്നവൻ ഓടുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ അവനൊരു കള്ളത്തരം ചെയ്തിട്ടുണ്ട്. ദൈവത്തെ കാണുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കള്ളത്തരം മാത്രമാണെന്നാണ്. ദൈവത്തിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവം ഭയപ്പെടുത്തുന്ന ഒരു IG-യോ പോലീസോ ക്രിമിനലോ കൊലയാളിയോ ടെററിസ്റ്റോ ആയി കണക്കാക്കുന്ന അവർക്ക് മാത്രമേ ദൈവത്തെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. നമ്മൾ ദൈവത്തെ ഭയപ്പെടുകയല്ല, ദൈവത്തിന് പലതും കൊടുത്ത് ദൈവത്തിലൂടെ നമ്മുടെ കാര്യം നേടാനുള്ള ഒരു കൊട്ടേഷൻ സംഘമായിട്ടും ദൈവത്തെ കാണാതിരിക്കാം. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലും പ്രകൃതിയിലും നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം, സർവ്വചരാചരങ്ങൾക്കും ഗൈഡൻസ് തരുന്ന ഈശ്വരൻ നമ്മൾ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ, ക്ഷേത്രം എന്ന് പറയുന്നത് ദേവയജ്ഞത്തിന്, ഋഷിയജ്ഞത്തിന്, ഭൂതയജ്ഞത്തിന്, പിതൃയജ്ഞത്തിന്, മനുഷ്യയജ്ഞത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വഴിപാടിന് കൊടുക്കുന്നതും ക്ഷേത്ര കാര്യങ്ങൾ ചെയ്യുന്നതും. അവിടെ ഈ യുവാക്കൾ പാലക്കാട് നിന്ന് ധാരാളം മധ്യവയസ്കരും കണ്ണൂര് കോഴിക്കോട് നിന്ന് യുവാക്കളും വിളിച്ചവരോട് അവര് മാറ്റത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും അവരുടെ മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടാവാതിരിക്കട്ടെ. ഒരു പക്ഷേ കേരളത്തിൽ ഞാൻ കണ്ടിടത്തോളം ഏറ്റവും കൂടുതൽ മൃഗബലി നടക്കുന്നതും അതുപോലെ തന്നെ അനാചാരങ്ങൾ നടക്കുന്നതും കള്ള് നിവേദ്യം നടക്കുന്നതും ഈ കോഴിയെ കടിച്ച് കീറിയുള്ള പലതരത്തിലുള്ള തെയ്യങ്ങൾ നടക്കുന്നതും എല്ലാം കണ്ണൂരും മൃഗബലിയും കള്ളുമായി ബന്ധപ്പെട്ടത് പാലക്കാടുമാണ്. ഏറ്റവും അധികം പുരോഗമനവാദികൾ എന്ന് പറയുന്നവരുള്ള സ്ഥലത്താണ് ഏറ്റവും അധികം അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഉള്ളതായിട്ട് കാണാൻ സാധിച്ചത്. അതിലേക്ക് കൂപ്പുകുത്തി വീഴാതെ ഈ യുവാക്കളും മധ്യവയസ്കരും, വീണ്ടും ഞാൻ അതേ വാക്ക് ഉപയോഗിക്കുന്നു, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് അനലൈസബിൾ ആയിട്ടുള്ള ആത്മീയതയിലേക്ക് വന്ന് പഴയ തിന്മകൾ മാറ്റാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.